ഗൈസ്. അപ്പം നമ്മളെ ബോസ് വിളിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല ഗൈസ്. എന്തെങ്കിലും മെഷീൻ വല്ലതും ആണോ എന്ന് അറിഞ്ഞുകൂടാ. സോ നമുക്ക് നേരെ ബോസിൻ്റെ അടുത്തോട്ട് വിടാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിതാ ബോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം കാര്യം പോയി ചോദിക്കാം. സോ ഗൈസ്, ബോസ് പറഞ്ഞത് ബോസ് ഇങ്ങോട്ടൊരു വണ്ടി എക്സ്പോർട്ട് ചെയ്തായിരുന്നു. നല്ല മോൺസ്റ്റർ വണ്ടിയാണ് ഗൈസ്. വിച്ച് മീൻസ് ഈ പറയാം, ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടി ഇവിടെ തന്നെയുള്ളൊരു വണ്ടിയാണ്. സൂപ്പർ കാറാണ്. നമ്മുടെ ഈ റോട്ടിൽ ഉണ്ടാവില്ല ഗൈസ്. ലംബോർഗിനി ഇല്ലേ, ലംബോർഗിനിയുടെ മോൺസ്റ്റർ കാറ്. ഈ ലംബോർഗിനി അല്ല, മറ്റേ ലംബോർഗിനി, നമ്മുടെ ഹുറേക്കാനില്ലേ, ആ ലംബോർഗിനിയുടെ മോൺസ്റ്റർ വണ്ടി ഇയാൾ US നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ MVD പിടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വണ്ടി ഇപ്പോൾ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. നമ്മളോട് നൈസിന് അടിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിത് കുറച്ച് ടഫാവാൻ സാധ്യതയുണ്ട്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങോട്ട് കയറുകയാണ്. ഇവിടെ ഒരു നിൽപ്പുണ്ടല്ലോ. വണ്ടി മിക്കവാറും ബാക്കിലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, പിടിച്ചു വെച്ച വണ്ടിയെല്ലാം ബാക്കിലായിരുന്നു. സോ നമുക്ക് ഈ പോലീസിനോട് ചുമ്മാ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഈസിയാക്കാം. ഹലോ സാറേ, സുഖമല്ലേ? ഓക്കെ ഗൈസ്, സുഖമല്ലേന്ന് ചോദിച്ചാൽ അയാളങ്ങ് തട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. എൻ്റെ ഗൈസ്, ഈ ബോസ് കാരണമാണ് എനിക്ക് ഇമാതിരി വണ്ടിയൊക്കെ ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. സോ ഗൈസ്, നമുക്ക് വേഗം വിടാം. പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ ഗൈസ്, പോലീസ് ഒരു ഒറ്റയടിക്ക് എന്നെ തെറിപ്പിച്ച്. ഞാനവിടെ വണ്ടി സൈഡൊക്കെ നോക്കി വണ്ടി തിരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കും പോലീസ് വന്ന് സൂ എന്ന് പറഞ്ഞ് അയ്യോ അടുത്തത്. ഗൈസ്, ഇവിടുന്ന് എങ്ങനെയാലും നമുക്ക് എസ്കേപ്പ് ആയേ പറ്റൂ. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല. ഈ പോലീസിൻ്റെ അടി വണ്ടിക്ക് ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സൈഡ് ഗ്ലാസ് പൊട്ടി. ഓക്കെ ഗൈസ്, പോലീസ് സ്റ്റേഷൻ എല്ലാം കഴിഞ്ഞ് വണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ബോസ് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഈ സൈഡിൽ ഡോറ് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഡോറല്ല, നമ്മുടെ ഇത് പോയിട്ടുണ്ട്, ഗ്ലാസ്. സോ ബോസിനോട് പോയി പറയാം. ഗൈസ്, പണി കിട്ടി ഗൈസ്. നമ്മളോട് ഈ പൊട്ടിയ ഗ്ലാസ് നന്നാക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത്രയും സഹായം ചെയ്തിട്ട് ഒരു മനസാക്ഷി ഇല്ലല്ലോ ഗൈസ്. അതായത് നമുക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട്, എന്ത് പറഞ്ഞാലും നമ്മളെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ വണ്ടി ഗ്യാരേജിലോട്ട് കയറ്റുകയാണ്. ഇവിടെ ആയിട്ടാണ് ഗൈസ് ഗ്യാരേജ്. ഈ വണ്ടിയുടെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സോ കളറും കൂടെ മാറ്റാൻ പറഞ്ഞേക്കാം. ബോസിന് കുറച്ച് സന്തോഷമാവട്ടെ. ഗൈസ്, അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമുക്ക് വണ്ടി കിട്ടിയേക്കാണ്. ഇനി ഡാമേജ് ഇല്ലാതെ അങ്ങ് എത്തിക്കണം ഗൈസ്. ഡോറൊക്കെ സെറ്റാക്കി കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. സോ ഈ റോട്ടിലൂടെ ഇത് ഓടിക്കുന്നത് അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും MVD പിടിച്ചാൽ പണി കിട്ടും. സോ വണ്ടിയുടെ കളറൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ബോസിൻ്റെ അടുത്തോട്ട് വിടാം. സോ ഗൈസ്, വണ്ടി ഇവിടെ സേഫായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിലെ ഷെഡിൽ ഇത് കയറില്ല ഗൈസ്, അതാണ് ഇങ്ങോട്ട് വർക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് കണ്ടാൽ എന്തായാലും ബോസിന് നല്ല സന്തോഷമാവും. നമുക്ക് പോയി പറയാം. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ബോസിന് നല്ല സന്തോഷമാകുന്നു. ഇപ്പം നമുക്ക് കിട്ടേണ്ട പൈസയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് നന്നാക്കാനായിട്ട് എത്രയോ ചിലവായേ? 2 ലക്ഷത്തിനടുത്ത് ചിലവായായിരുന്നു ഗൈസ്. എനിക്കിപ്പോൾ എന്തായാലും 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ചെറിയ മെഷീൻ 4 ലക്ഷം രൂപ ഗൈസ്. എന്തായാലും ബോസിക്ക് റിച്ച് ആയതുകൊണ്ടാണ് ഗൈസ്. സോ നമുക്ക് വല്ല ലിഫ്റ്റും കിട്ടുമോ നോക്കണം, ഇല്ലേ വീട് വരെ നടക്കണം.